പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ കായംകുളം രാജാവിൻ്റെ നെഞ്ചിലെ ആദ്യത്തെ വെടി എന്ന വീഡിയോയിലേക്ക് അതിന് താഴെ സജീവമായ ചർച്ചകളും വിമർശനങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. അത് കള്ളത്തരമാണെന്നും ചരിത്ര രേഖകളില്ലാത്തതാണെന്നും വരെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സുഹൃത്തുക്കളെ, സത്യമാണ്, ഇത് ഒരു കഥയാണ്. ഒരു കാര്യം ആദ്യം വ്യക്തമാകട്ടെ, വാമൊഴികളിൽ കൂടി കടന്നു വന്ന കഥകളാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ പങ്കുവെക്കുന്ന കഥകളും അനേകം പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതും വാമൊഴികളിൽ കൂടി കടന്നു വന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇവ രണ്ടും ചരിത്രത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. കായംകുളം രാജാവ് ഭരണിക്കാവ് വെച്ച് മരിച്ചു, കൃഷ്ണപുരത്ത് വെച്ച് വെട്ടിക്കൊന്നു, തൃശ്ശൂരിലേക്ക് അദ്ദേഹം പലായനം ചെയ്തു, അവിടെ സുഖമായി ജീവിച്ചു, അദ്ദേഹത്തെ പിൻഗാമികൾ അവിടെ ഉണ്ട് എന്നിങ്ങനെ അനവധി കഥകൾ വാമൊഴികളിലുണ്ട്. വാസ്തവത്തിൽ 1700കളിൽ നടന്ന ഈ സംഭവങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നത് ഒരു നൂറ്റാണ്ടിന് 1.5 നൂറ്റാണ്ടിനും ശേഷമാണ്. അതായത് ആ ചരിത്രരേഖകളെല്ലാം കഴിഞ്ഞ് 1.5 നൂറ്റാണ്ട് ശേഷം, 150 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ചരിത്രം എഴുതുന്നതെന്ന്. അത് വാമൊഴികളിൽ കൂടിയും ക്ഷേത്രങ്ങളുടെ രേഖകളിൽ നിന്നും പള്ളികളുടെ രേഖകളിൽ നിന്നും ആ രേഖകൾ സംഘടിപ്പിച്ച് അവർ ആ ചരിത്രം എഴുതിയത് എന്നാണ് ചരിത്രം. അതുകൊണ്ട് എൻ്റെ ചരിത്രം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. മറിച്ച് നിങ്ങൾ പറയുന്നത് പൂർണ്ണമായി ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാനും കഴിയില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ രണ്ടുപേരും കൈകാര്യം ചെയ്യുന്നത് രേഖകളില്ലാത്ത, കാലപ്പഴക്കം കൊണ്ട് മാഞ്ഞുപോയ ഒരു ചരിത്രത്തിൻ്റെ വ്യത്യസ്തമായ അലയൊലികളാണ്. കായംകുളത്ത് പല കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന പല രാജാക്കന്മാരുടെയും അനുഭവങ്ങൾ കൂട്ടിച്ചേർത്ത് വലിയൊരു ചരിത്ര തുടർച്ചയായി മാറിയതാകാം ഈ കഥ. ഞാൻ പറയുന്ന രാജാവിനെക്കുറിച്ചായിരിക്കില്ല നിങ്ങൾ പറയുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന രാജാവിനെക്കുറിച്ചായിരിക്കില്ല ഞാൻ പറയുന്നത്. അത് രണ്ട് വ്യത്യസ്തമായ കാലഘട്ടത്തെ കഥകളായിരിക്കാം നമ്മൾ പറയുന്നത്. അത് വ്യക്തമല്ല. അതാണ് ഈ ആശയക്കുഴപ്പങ്ങൾക്കെല്ലാം കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചരിത്രം എന്നത് കേവലം എഴുത്തുകാർ മാത്രമല്ല, തലമുറകൾ കൈമാറി വന്ന അനുഭവങ്ങളുടെ ആകെത്തുകയാണ് ഈ ചരിത്രം. ഈ തർക്കങ്ങൾക്കുമെല്ലാം അപ്പുറം ഇത്തരമൊരു ചരിത്രത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ചർച്ച ചെയ്യുവാനും നമ്മളെല്ലാവരും തയ്യാറായി എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ചരിത്രം നമ്മുടേതാണ്. നമുക്കൊരുമിച്ച് അത് കൃത്യമായി മനസ്സിലാക്കാം. അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും